മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമ്മൾ കണ്ട ഒരു കുടുംബമുണ്ട്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചെറുവള്ളി സെൻറ് മേരീസ് ഇടവകയിൽപ്പെട്ട ഒരു കുടുംബമാണ് ആക്കാട്ടു കുടുംബം. 92 വയസ്സുള്ള കുട്ടിയമ്മ, ജീവിത പങ്കാളി കുട്ടിച്ചേട്ടൻ 13 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ദൈവം അവർക്ക് 10 മക്കളെ നൽകി. 10 മക്കളും കൂട്ടായ്മയിലും സ്നേഹത്തിലും ഒറ്റ മനസ്സും ഒറ്റ ഹൃദയവുമായി ജീവിക്കുന്ന അനുഗ്രഹീതമായ കുടുംബം. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളുടെ പ്രധാനപ്പെട്ട 2ാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എൻ്റെ പേര് തോമസ്. ഞാൻ ഈ വീട്ടിൽ 10 മക്കളിലെ മൂത്ത ആളാണ്. എൻ്റെ ഭാര്യ ആനിസ്. ഇതെൻ്റെ മോള് ആർമിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ മോനുണ്ട്, എംബ്രിയോളജിസ്റ്റാണ്. പ്രാർത്ഥനാ ജീവിതത്തെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ പോയാൽ 7 മണിയാകുമ്പോൾ വീട്ടിൽ വരണം. 7 മണിക്ക് കുരിശുവരെ ആരംഭിക്കും. എല്ലാവരും മുട്ടുമേൽ നിന്ന് കൈയും വിരിച്ച് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അച്ചായന് വളരെ സിമിറ്ററെ വാരിക്കിട്ട് അതിന് മണ്ടയ്ക്ക് മുട്ടുകുത്തി നിന്നായിരുന്നു അച്ഛൻ പ്രാർത്ഥന ത്യാഗത്തിൻ്റെതായിട്ട്. പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് പ്രാർത്ഥന കഴിയും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചില ഹോംവർക്ക് ചെയ്യാൻ പോകും. ആ സമയത്ത് സ്വയം പ്രേരിത പ്രാർത്ഥന വെച്ചാൽ മുട്ടുമേൽ ചെല്ലുമായിരുന്നു. അതിനുശേഷം അത്താഴം കഴിക്കും. അത്താഴം കഴിപ്പ് കഴിഞ്ഞ് പിന്നെ 11 മണി വരെ അച്ഛൻ അടുത്ത് വന്നിരുന്ന് എല്ലാവരുടെയും അടുത്ത് വന്നിരുന്ന് ഉറങ്ങാതെ കൊണ്ട് പഠിപ്പിക്കാൻ നോക്കുമായിരുന്നു. 11 മണിയാകുമ്പോൾ എല്ലാവരും പോയി കിടക്കും. അങ്ങനെ ആയിരുന്നു ഉദയനേരിയ വഴിപാടത്തെ. പിന്നെ ഇന്നും എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചാൽ അത് നടത്തിയേ തീരും. നല്ല ഒരു രീതിയായിരുന്നു അച്ഛൻ. പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും 4-5 പെങ്ങന്മാരെ കെട്ടിച്ച് വിട്ടു. ഇനി 10 മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത്, സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ടെൻഷൻ പറ്റുമ്പോൾ അച്ഛൻ പറയും ദൈവം നടത്തും, പരിപ്രതിക്കേണ്ട കാര്യമില്ല, എല്ലാം ദൈവം നടത്തും എന്നുള്ള ഒരൊറ്റ വിശ്വാസം. ആ വിശ്വാസത്തെയാണ് അച്ഛൻ ഞങ്ങൾ ഇതുവരെ വളർത്തിയത്. അങ്ങനെ പോകുന്നത്. എന്ത് വന്നാലും അച്ഛനെ ടെൻഷനില്ല, ദൈവം നടത്തും എന്നുള്ള പരിപൂർണ്ണ ഒരു വിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് സണ്ണി. ഞാൻ ആക്കാട്ടെ 4ാമത്തെ മകളുടെ ഭർത്താവാണ്. ഞാനിപ്പോൾ നെടുങ്കുന്നത്ത് താമസിക്കുന്നു. എൻ്റെ ഒരു മകനേ ഉള്ളൂ. അവനെ പൂനെയിൽ ജോലി ചെയ്യും. ഞാൻ ആക്കാട്ട് കുടുംബത്തിൽ വന്നിട്ട് ഏതാണ്ട് 29 വർഷമായി. എൻ്റെ സ്വന്തം കുടുംബം തന്നെയാണ്. അവിടുത്തെ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും അതെല്ലാം എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. അതെല്ലാം ഉപരിയായിട്ട് ചാച്ചൻ്റെ അമ്മച്ചിയുടെയും ആ ജീവിതശൈലിയാണ്. ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, ലാളിത്യമുള്ള നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അമ്മച്ചിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി എന്താണ്, ശുദ്ധഭാവം. നമ്മുടെ അഗസ്തോസിന്റെ അമ്മയുടെ പേര് ബോധിക്കുന്നതായിരുന്നു. അതുപോലെ പ്രാർത്ഥന മാത്രം കൊണ്ട് കഴിയുന്നവർ. ഒരുപക്ഷെ ആ പ്രാർത്ഥന കൊണ്ടായിരിക്കും മക്കൾക്കെല്ലാം കൊണ്ടുവരുവാൻ ചെയ്യുന്നത്. ചാച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഏത് നമ്പരെയും കറക്കിയടിക്കുന്ന പാർട്ടിയാണ്. പുള്ളിയുടെ നർമ്മ സംഭാഷണവും ആ സ്നേഹം കൊണ്ട് അത്രയ്ക്കും നിഷ്കളങ്കനായ മനുഷ്യനാണ്. My name is Ashwada Fred. I'm staying in Pune and I married the 10th daughter Dani of Akat. About the Chachan and Machi, they are so lovable and careable persons. As since when I was married and went at the native place, the love from Chachan and Machi that which has been teach that how they're lovable, who may be there. And Amachi, when I call from Pune to them so lovely speaking Amachi, she never have anything in her mind and speak so politely and
give us an option and some suggestions to us. ഈശോയെ അങ്ങേ ആരാധിക്കുന്നേൻ, അങ്ങേ സ്നേഹിച്ചിടുന്നേൻ, ആശയുണ്ടങ്ങേ കൈക്കൊള്ളുവാനായി. അങ്ങേഴുന്നാരുളണമേ മനുഷ്യർക്കായി നീ സദൃശത്തിൻ വാസം നീ ചെയ്യുന്നെന്ന് ഊനമില്ലാതെ നന്മനസോടെ വിശ്വസിച്ചോടി വന്ന് രാത്രിയും പകലും മനുഷ്യർക്കായി നീ ഇഷ്ടപ്രസാദങ്ങളെ പാത്രമാക്കിയിട്ട് പ്രിയമോടെ നീ കാത്തിരിക്കുന്നുവല്ലോ. കഷ്ടതയാലെ ബുദ്ധിമുട്ടുന്നോ എത്രയുമീഹ വരുവിൻ, ഇഷ്ടമായ വിശന്നപ്പോഴും അത് പുറത്തു കാണിക്കാതെ മുണ്ട് മുറുക്കിയെടുത്ത് അമ്മച്ചി വിളമ്പിയത് കണ്ണീരിൽ കുതിർന്ന സ്നേഹമായിരുന്നുവെന്ന് ഈ കൊച്ചുമക്കൾക്ക് നല്ലോണം അറിയാം. വിട്ടുപിരിയാതെ അമ്മച്ചിയോടൊപ്പം മുട്ടിയൊരുമിയിരുന്ന് സൗഹൃദം പങ്കിടാൻ ഈ കൊച്ചുമക്കൾ മത്സരിക്കുന്നത് അതിനാലാണ്. എത്രയെത്ര പൂക്കാലങ്ങൾ കടന്നുപോയാലും കാലം നമുക്ക് വേണ്ടി കരുതിവെച്ച തേൻ വസന്തമാണ് നമ്മുടെ മാതാപിതാക്കൾ. എൻ്റെ പേര് വിക്ടർ ജെയിംസ്. ഇതെൻ്റെ വൈഫ് ആന സക്കറിയ. ഞാൻ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും മൂത്ത മോളുടെ മൂത്ത മോൻ. ഞങ്ങളിവിടെ കാനഡ ഒണ്ടാരിയോയിലാണ് താമസിക്കുന്നത്. ചാച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് പറയാൻ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ടച്ച് അയക്കുന്ന ചാച്ചൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ ഏജ് ഗ്രൂപ്പിലും ചാച്ചൻ ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യും. അതിപ്പം എൻ്റെ ചെറുപ്പകാലം നോക്കുമ്പം ഞങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും നാട്ടിൽ വരുന്നത്. ആ സമയത്ത് ചാച്ചൻ ഞങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സ്ക്വാഷ് അല്ലെങ്കിൽ ജാം, പിന്നെ ഗെയിംസിന് വേണ്ടി ഗെയിംസ്, പിന്നെ പടക്കം, ഇതെല്ലാം ചാച്ചൻ സ്വന്തം ഉണ്ടാക്കുകയും സ്വന്തമായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും എന്താ പറയുന്നത് ഒരു ഫ്രം ദ സ്ക്രാച്ച് ആയിരുന്നു ചാച്ചൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് എ പ്യുവർ സ്പെക്ടിക്കിൾ ഫോർ അസ്. ചാച്ചൻ എല്ലാവരോടും ബന്ധം വെക്കുമായിരുന്നു. പിന്നെ അമ്മച്ചിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഷീസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇന്നസെന്റ് ക്രീച്ചേഴ്സ് ഐ എവർ മെറ്റ്. ഒരു പ്യുവർ ഹൗസ് വൈഫ്, ഹോംലി പേഴ്സൺ, ലവിങ് മദർ, ലവിങ് ഗ്രാൻഡ് മദർ. എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ ആൻഡോ അഷർത്താണ്. 10ാമത്തെ മോളുടെ 2ാമത്തെ മോനാണ് ഞാൻ ഇന്ന് അമ്മച്ചിയുടെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എപ്പോഴും TV കാണാനടുത്ത് അമ്മച്ചി എന്നെ എപ്പോഴും പറയും ബൈബിള് വായിക്കാൻ, ബൈബിളിലെ അറിവ് കിട്ടാൻ, ശാലോമും ഗുഡ് ന്യൂസ് കണ്ടിട്ട് അതിനകത്തുനിന്ന് ഈശോയുടെ കുറേ കാര്യങ്ങൾ അറിയാൻ. എപ്പോഴും അമ്മച്ചി എന്നെ വലിയ പുതിയ വാക്കുകൾ മലയാളത്തിൽ പഠിപ്പിക്കും. പണ്ട് ഞാനിവിടെ വരുന്നിടത്ത് എനിക്ക് മലയാളം ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അമ്മച്ചി എന്നെ എപ്പോഴും വന്നിട്ട് ഹെൽപ്പ് ചെയ്യും മലയാളം പഠിപ്പിക്കാൻ. അമ്മച്ചി എപ്പോഴും ഞങ്ങളെ ഇതൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഫുഡ് ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് എത്ര ഉണ്ട് അതിനെക്കാട്ടിലും കൂടുതൽ പാവപ്പെട്ട ആൾക്കാർക്കും പിന്നെ അധികം നമുക്ക് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ കൂടുതൽ കൊടുക്കണമെന്നൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചാച്ചനാണെങ്കിലും എപ്പോഴും നല്ല ഭക്തിയുണ്ട്. അപ്പോൾ പിന്നെ എപ്പോഴും നമ്മളെ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ ഈശോനോട് കുറച്ചുകൂടെ എങ്ങനെ ക്ലോസ് ആവുക, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, ഓരോരോ പുതിയ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്.
എല്ലാവരോടും നല്ല സൗമ്യമായിട്ടും എല്ലാവരോടും ഒരു കരുതലും, ആരൊക്കെ വന്നാലും അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാനും ഉപവിപ്രവർത്തനങ്ങളിലും പല നന്മകളും അവർക്കുണ്ട്. ചാച്ചൻ്റെ അമ്മച്ചിയുടെയും കുടുംബജീവിതം ഭക്തിപരമായ ദൈവിക ജീവിതങ്ങളും പല കുടുംബങ്ങൾക്കും ഞങ്ങളുടെ അയൽവാസികൾക്കും എല്ലാം ഒരു താങ്ങും തണലുമാണ്. ചാച്ചൻ പൊതുവെ എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ഉപദേശിക്കുകയും നല്ല രീതിയിൽ ദൈവത്തോട് എങ്ങനെ അടുക്കണമെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ചാച്ചൻ കുഞ്ഞുനാളിലെ ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ ചാച്ചനാളിലും അമ്മച്ചിനാളിലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടുമുണ്ട്, പറഞ്ഞു തന്നിട്ടുമുണ്ട്, പഠിപ്പിച്ചിട്ടുമുണ്ട്. അതിപ്പോൾ പ്രാർത്ഥനയാണെങ്കിലും മറ്റുള്ളവരോട് സഹകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും കുടുംബത്തിൽ മറ്റുള്ളവരോട് ഇടപെടുന്നതും എല്ലാ രീതിയും എല്ലാം ചാച്ചനിലും അമ്മച്ചിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ചാച്ചനാണെങ്കിലും ഒരുപാട് അധ്വാനിക്കും. അവിടെയാണെങ്കിലും നിന്ന സമയത്ത് ചാച്ചൻ്റെ കൂടെ പണിയെടുക്കാനും പറമ്പിലും എല്ലാം പോകുമ്പോഴും ഞാനും സഹായിക്കാനായിട്ടെല്ലാം കൂടത്തിൽ പോകുമായിരുന്നു. അങ്ങനെ അമ്മച്ചിയുടെ കൂടെയാണെങ്കിലും പോയിട്ടുണ്ട്. അമ്മച്ചിയുടെയും ചാച്ചൻ്റെയും കൂട്ടത്തിൽ ഒരുപാട് കിടന്ന് ഉറങ്ങാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ചാച്ചൻ എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ മരിച്ചുകൊണ്ട് എനിക്കധികം ചാച്ചനെ പറ്റി ഒരു ഇതില്ല. അമ്മച്ചി എപ്പോൾ അമ്മച്ചീനെ വിളിച്ചാലും എന്നാ മോനെ നീ വരുന്നത്, ഇപ്പം ഇവിടെ വന്നാൽ തന്നെ അമ്മച്ചിയുടെ മുഖത്തൊരു പ്രത്യേക സന്തോഷമുണ്ട്. ഇത്രയും കൊച്ചുമക്കൾ ഒരുമിച്ച് കാണുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. പിന്നെ അമ്മച്ചിയുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളൊരു പ്രത്യേകതയാണ് ഒരു കൊന്ത. എപ്പോഴും ഒരു കൊന്ത കാണും. ഫുഡ് കഴിക്കാൻ നേരത്തെ ഒരു കാണും, TV കാണാൻ നേരത്തെ കൊന്ത ചെല്ലും. എപ്പോഴും ഒരു കൊന്ത ചെല്ലുന്ന മാതാവിനോടൊരു പ്രത്യേക സ്നേഹം അമ്മച്ചി കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു. അമ്മച്ചിയുടെ കൈപുണ്യം തൊട്ട് അമ്മച്ചിയുടെ സന്മനസ് വരെ എല്ലാം എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് തന്നെ എൻ്റെ അമ്മ അവിടെ ഇവിടെയും പറഞ്ഞാൽ പൂനെയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അന്നേരം അമ്മ അവിടെ ഇവിടെയും കാണിക്കാറുമുണ്ട്. അത് ഞങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോവുകയാണേലും എവിടെയെങ്കിലും ചെറിയ ആരെങ്കിലും പാവപ്പെട്ട ആൾക്കാരെ വല്ലതും കാണുവാണെങ്കിൽ അമ്മയ്ക്ക് പറഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും 6ാമത്തെ മോൻ്റെ 2ാമത്തെ മകനാണ്. എൻ്റെ പേര് ജോയൽ എന്നാണ്. ഞാനാണ് ഇവിടെ, ഞങ്ങൾ രണ്ടുമാണ് കുടുംബത്തിൽ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്കൊരു നല്ല ഒരു സമയം കിട്ടിയിട്ടുണ്ട് അമ്മച്ചിയുടെയും ചാച്ചൻ്റെ കൂടെയും ചിലവഴിക്കാൻ. അവരിലൂടെ അവരുടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുപഠിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവരെന്ന് പറയുന്നത് അവർ കുറേ പ്രാർത്ഥനകൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമ്മച്ചി കുറേ പ്രാർത്ഥനകൾ കുഞ്ഞിലെ ആദൂർബാനയുടെ സമയത്ത് ആ സമയത്ത് കുറേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മച്ചി ഏതാവശ്യങ്ങൾക്കും ഞങ്ങളെയാണ് എപ്പോഴും വിളിക്കുന്നത്. പപ്പായും അമ്മയും വിളിക്കുന്നതിനേക്കാളും കൂടുതൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക്. പ്രത്യേകിച്ച് അമ്മച്ചി എല്ലാ ദിവസവും രാവിലെ ഭക്ഷണം കഴിഞ്ഞിട്ടാണ് കുർബാന കാണുന്നത്. TVക്കകത്തെപ്പോഴും കുർബാന കാണും. ഇച്ചിരി സമയം ലേറ്റ് ആയാലും അമ്മച്ചി വിളിക്കും, എടാ കുർബാനയ്ക്ക് സമയമായില്ലേ, കുർബാന വെച്ചതാന്ന് പറയും, ഞങ്ങൾ മറന്നുപോയാൽ പോലും. എന്റെ പേര് മരിയ. ഞാൻ ആക്കാട്ടെ ചാച്ചന്റെ അമ്മച്ചിയുടെ 5ാമത്തെ മകളുടെ 2ാമത്തെ മകളാണ്. ഇപ്പോൾ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ മുതലക്കുളത്ത് വർക്ക് ചെയ്യുമ്പോൾ MBA പഠിക്കണം. അമ്മച്ചിയെ കുറിച്ച് ഞാൻ കൂടുതൽ ഓർക്കുന്നത് അമ്മച്ചിയുടെ എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ്. ചാച്ചനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും ഒന്നിനെ കുറിച്ചുള്ള ഒരു പരിഭവം പറയാതെ ഉള്ളത് കൊണ്ട് എല്ലാത്തിനും ഉൾക്കൊണ്ട് ചിരിച്ചെടുക്കുന്ന മനുഷ്യരാണ്. പിന്നെ ചാച്ചനെ കുറിച്ച് ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളൊരു കാര്യം, ചാച്ചനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും ഇതുവരെ അങ്ങനെ പിരിഞ്ഞു നിന്നിട്ടുള്ളതല്ല. എനിക്ക് നാളെ ഒരാളുകൂടെ ഉണ്ട്. അപ്പൊ അവൻ ഉണ്ടായ സമയത്ത് ഒരു 45 ദിവസവും അമ്മച്ചി ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അത്രയും നാളെ വരെ അങ്ങനെ പിരിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ചാച്ചനെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നീട് ചാച്ചൻ വന്ന് അമ്മച്ചിയെ കൂട്ടിക്കൊണ്ട് പോയി. ചാച്ചനെ കുറിച്ചാണല്ലോ അമ്മച്ചിയെ കുറിച്ചാണല്ലോ ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. 2 പേരുടെ കൊച്ചുമയുമായിട്ട് ഒന്നിച്ചതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. തിരുവചനം ഇപ്രകാരം പറയുന്നു, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നുവെന്ന്. എന്റെ ചാച്ചനെ അമ്മച്ചിയെ പറ്റി എനിക്ക് ഓർമ്മയിൽ വരുമ്പോൾ ഈ തിരുവചനം തന്നെയാണ് അവർക്കും പറയാനായിട്ട് എനിക്കുള്ളത്. കാരണം ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്ന പോലെ തന്നെ എന്റെ ചാച്ചനും അമ്മച്ചിയും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിലും മനുഷ്യരുടെയും പ്രീതിയിലും പിന്നെ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും വളർന്നു വന്ന 2 വ്യക്തിത്വങ്ങളാണ്. എന്റെ അമ്മച്ചിയെ പറ്റി പ്രത്യേകമായിട്ടൊന്ന് എടുത്തു പറയുകയാണെങ്കിൽ ചാച്ചനോട് എതിർത്ത് പറയുന്ന ഒരു സ്വഭാവം
അമ്മച്ചിയിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ചാച്ചനാണെ പോലും അമ്മച്ചിയെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് അത്രയും സ്നേഹത്തോടുകൂടി കരുതുന്ന ഒരു ചാച്ചനെ അമ്മച്ചിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാനും ആ ഒരു പ്രചോദനത്തിൽ മുന്നോട്ട് നീങ്ങുവാനും ഞങ്ങൾ മക്കൾക്കും കൊച്ചുമക്കൾക്കും അവർ രണ്ടുപേരും നല്ലൊരു പ്രചോദനമായിരുന്നു. അതുകൊണ്ട് ചാച്ചന്റെ അമ്മച്ചിയുടെയും കൊച്ചുമകൾ എന്ന നിലയിൽ ജീവിക്കുവാനും പ്രത്യേകിച്ച് ആക്കാട്ട് കുടുംബത്തിൽ ജനിക്കുവാനും എനിക്ക് സാധിച്ചതിൽ ഞാൻ അഭിമാനത്തോടുകൂടി കരുതുകയാണ്. അപ്പച്ചനെയും അമ്മച്ചിയെയും കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ മെയിൻലി എൻ്റെ ഓർമ്മകള് കുട്ടിക്കാലത്തെ അവധിക്കാലങ്ങളും ആഘോഷങ്ങളും ഒക്കെയാണ്. കാരണം ഞങ്ങളെല്ലാവരും പല പല സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പൊ എല്ലാവരും അങ്ങനെ ഒത്തുകൂടുന്നത് അങ്ങനെ ഓരോ എന്തെങ്കിലും ആഘോഷങ്ങളും അല്ലെങ്കിൽ അവധിക്കാലങ്ങളും ഒക്കെ വരുമ്പോഴാണ്. ഓരോ ദിവസം തുടങ്ങേണ്ടതും പ്രാർത്ഥനയിലൂടെ ആകണമെന്നും അതുപോലെ ഓരോ ദിവസത്തെ സന്ധ്യാപ്രാർത്ഥനകളും ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണെന്നും ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നത് ശരിക്കും അപ്പച്ചനും അമ്മച്ചിയൊക്കെയാണ്. ആ മാതൃകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. അതുപോലെ അവരിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹവും കെയറിങ്ങും ഒക്കെയാണ് ഈ തലമുറ ഞങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. എൻ്റെ പേര് വിനീത്. ഞാൻ ചാച്ചൻ അമ്മച്ചിയുടെയും മൂത്ത മോളായ എൽസമ്മയുടെ ഇളയ മോനാണ്. ചാച്ചനെ കുറിച്ച് ഇപ്പൊ പറയുകയാണെന്ന് പറഞ്ഞാല് ചാച്ചൻ ആ പ്രായം ഉണ്ടെങ്കിലും ആ ഒരു എനർജി ഞാൻ ഇതുവരെയും വേറെ ഒരാളിലും കണ്ടിട്ടില്ല. ചാച്ചന്റെ പോലത്തെ ആ പ്രായത്തുള്ള എനർജിയും ഞങ്ങളുടെ കുട്ടികളുടെ ഒപ്പം എപ്പോഴും ഞങ്ങളുടെ കുട്ടികളെ പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ എനർജി ആയിട്ട് നടന്ന ഒരാളായിരുന്നു. സ്നേഹം, പിന്നെ വളരെ ഒരു കൈൻഡ് മനുഷ്യനായിരുന്നു. ആരോടും സംസാരിച്ച് എല്ലാവരോടും സ്നേഹത്തോടെ ഒരു ഫ്രണ്ട്ലി നേച്ചറായിരുന്നു ചാച്ചൻ്റെത്. അമ്മച്ചി എന്ന് പറഞ്ഞാല് ഇത്ര ഇന്നസെന്റ് ആയിട്ടുള്ള ആളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അമ്മച്ചി എന്ന് പറഞ്ഞ ഇത്ര പാവപ്പെട്ട ഒരു സ്ത്രീ, സ്നേഹം മാത്രം അറിയുന്ന ഒരു വ്യക്തിയാണ് അമ്മച്ചി. അമ്മച്ചി എന്ന് പറഞ്ഞ അമ്മച്ചിക്ക് കുടുംബം എന്ന ജീവിതം അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അമ്മച്ചിയുടെ മൊത്തം ജീവിതം ഈ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് അമ്മച്ചി സ്പെൻഡ് ചെയ്തേക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഗ്രാൻഡ് പേരൻസ് കിട്ടുന്നതിന് ഞങ്ങൾ ദൈവത്തിനോട് വളരെ നന്ദിയും മഹത്വവും കൊടുക്കുന്നു. ഐ ആം ദി ഡോട്ടർ ഓഫ് ഡാനിയൽ മാഷ്വർത്ത്. ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ അമ്മച്ചി ഞങ്ങളെ ഇങ്ങനെ ഇരുത്തിയിട്ട് സ്റ്റോറീസ് ഒക്കെ പറയുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ തരുമായിരുന്നു കൈകൊണ്ട്. എനിക്ക് നാട്ടിൽ വരുന്നത് ഒത്തിരി ഇഷ്ടമാണ്. ബിക്കോസ് അവിടെ എൻ്റെ എല്ലാം കസിൻസ് എല്ലാവരും ഉണ്ട്. പിന്നെ ഇറ്റ്സ് ലൈക്ക് ഫൺ അവിടെ വന്ന് ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ. പിന്നെ അപ്പച്ചനും ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളിങ്ങനെ മടിയിരുത്തിയിട്ട് കഴിക്കാൻ തരും, സ്റ്റോറീസ് പറയും, ഞങ്ങളെ അവിടെ ഇവിടെ കറങ്ങാനൊക്കെ കൊണ്ടുപോകും. അപ്പം ഇറ്റ് വാസ് എ റിയലി ഗുഡ് ടൈം സ്പെൻഡിങ് ദെയർ. ആൻഡ് ദെൻ അമ്മച്ചീനെ പറഞ്ഞ അമ്മച്ചി is very spiritual, and like that's like one of the good things, like one of the things that I have been like really very inspired of. ഇന്ന് നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ കുട്ടിയമ്മയുടെ 92ാം ജന്മദിന ആഘോഷമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ ദിനമാണ്. നമ്മുടെ കുടുംബത്തിനോട് അനുഗ്രഹമായ ചാച്ചനും അമ്മച്ചിയും അമ്മച്ചിയുടെ 92ാം ജന്മദിനം പ്രമാണിച്ച് ഈ ജന്മദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മൂത്ത പെങ്ങൾ അളിയൻ എൽസമ്മ ചേച്ചിയും ജെയിംസ് അളിയനും കൂടി ഇപ്പോൾ അമ്മച്ചിക്ക് ഹാരാർപ്പണം നടത്തുന്നതായിരിക്കും. നമുക്കറിയാം, നയിക്കുന്ന ഇടയൻ എങ്ങനെയുണ്ടോ ആടുകളും അതുപോലെ ആയിരിക്കും. ഒരു നല്ല ഇടയനെ പരിചയപ്പെടാം. ചെറുവള്ളി സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ അജി അത്തിമൂട്ടിൽ, പ്രഗത്ഭനായ ഒരു ഇടയൻ, ഏതൊരു കാര്യവും തൊടുന്നത് പൊന്നാക്കുന്ന ഇടയൻ. പക്ഷെ അതിനേക്കാൾ ഉപരി ആടുകളുടെ മണമറിയുന്ന ഇടയൻ.
ഇടവകയിലെ ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി അറിയുന്ന നല്ല ഇടയനായ വികാരിയച്ഛൻ്റെ ഈ കുടുംബത്തെക്കുറിച്ചുള്ള വാക്കുകൾ നമുക്ക് കേൾക്കാം. കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട ചെറുപള്ളി സെൻറ് മേരീസ് ഇടവക 1913 സ്ഥാപിതമായതാണ്. ഏതാണ്ട് 400 കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ 5 അതിലധികമോ മക്കളുള്ള കുടുംബങ്ങൾ ഈ ഇടവകയിൽ കുറേ അധികമുണ്ട്. ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധ അർഹിക്കുന്നത് 10 മക്കളുള്ള ആക്കാട്ട് കുടുംബമാണ്. ആക്കാട്ട് മോനിക്കാമ്മ, ഞങ്ങളെ സ്നേഹത്തിൽ കുട്ടിയമ്മ എന്ന് വിളിക്കുന്ന മോനിക്കാമ്മ ഏതാണ്ട് 92 വയസ്സ് പ്രായമുള്ള അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ 10 മക്കളിൽ ഒരാൾ വൈദികനാണ്. ഈ ഇടവയിൽ എല്ലാവർക്കും തന്നെ ഒരു മാതൃകയാണ് ആക്കാട്ട കുടുംബം. അവരുടെ ഒന്നിച്ചുള്ള യാത്രകളും അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ഭക്ഷണവും ഒന്നിച്ചുള്ള കൂട്ടായ്മയും ഒക്കെ എല്ലാവരും ശ്രദ്ധ അറിയിക്കുന്ന രീതിയിലുള്ളതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഏതാണ്ട് 2 വർഷം മുമ്പ് കുട്ടിയമ്മച്ചിയുടെ ജന്മദിനാഘോഷം മക്കളെല്ലാവരും ഒന്നുചേർന്ന് ആഘോഷിക്കുകയുണ്ടായി. വിസ്തുർബാനയും അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളുമൊക്കെ അമ്മച്ചിയോടുള്ള ഈ മക്കളുടെ കരുതലും സ്നേഹവുമൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ജിമ്മി അച്ഛനാണെങ്കിലും ഇടവകയിൽ വരുമ്പോൾ, അവധിക്കൊക്കെ വരുമ്പോഴാണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അച്ഛനെ കോഴിക്കോട് ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു മക്കളൊക്കെ ആണെങ്കിലും ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ സഭയോട് ചേർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ കുടുംബം തീർച്ചയായിട്ടും മറ്റ് വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊച്ചുമക്കളും അമ്മച്ചിയും അതുപോലെ തന്നെ മക്കളും എല്ലാം ചേർന്ന് മരുമക്കളും ഒക്കെ ഒരു ഒരുമയോടുകൂടി പോകുന്ന ഈ കുടുംബം എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇതുപോലെ ധാരാളം കുടുംബങ്ങൾ ഇതുപോലെ ഇതേ രീതിയിൽ ഈ സഹകരണത്തിലും സ്നേഹത്തിലും വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. ജീവിച്ചിരിക്കുമ്പോൾ ശ്രദ്ധയോടും കരുതലോടും സ്നേഹത്തോടും കൂടെ നാം മാതാപിതാക്കന്മാരെ പരിചരിക്കണം. ഉള്ളു കരയുമ്പോഴും അവർ നമ്മെ നോക്കി ചിരിക്കും. ഒറ്റപ്പെടുമ്പോഴും അവർ നമ്മെ നോക്കി പുഞ്ചിരി പൊഴിക്കും. നമുക്ക് ആശ്രയിക്കാൻ ഒരുപാട് പേരുണ്ടാകും. മുന്നോട്ടു പോകാൻ ഒരുപാട് വഴികളുണ്ടാകും. പക്ഷേ അവർക്ക് ആശ്രയിക്കാനും മുന്നോട്ട് നോക്കാനും ഒരേ ഒരു വഴി മാത്രമേയുള്ളൂ. അത് നീയാണ്. നിന്റെ സ്നേഹമാണ്, പരിഗണനയാണ്. സ്വന്തം അമ്മച്ചിയെ കരുതലോടെ പരിചരിക്കുന്ന ഈ കുടുംബവും നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഈ മാതൃക തന്നെയാണ്. മീട്ടും സംഗീതം. നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും മറക്കരുതാത്ത 2 മഹത് വ്യക്തികളാണ് നമ്മുടെ മാതാപിതാക്കൾ. അവർ പ്രായമാകുമ്പോൾ മക്കൾ അവരെ അവഗണിക്കരുത്. അവരെ കണ്ണുനീര് കുടിപ്പിച്ചാൽ നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകും. കാരണം മക്കൾക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതം മെഴുകുതിരി പോലെ ഉരുകുന്ന അനുഭവം. അവസാന കാലത്ത് അവരെ സങ്കടപ്പെടുത്തരുത്. ഈ ഒരു സന്ദേശം നമ്മുടെ മുമ്പിൽ ഇന്ന് വെക്കുന്നത് കോട്ടപ്പുറം രൂപതയുടെ മെത്രാൻ അഭിവന്യ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവാണ്. ആ സന്ദേശം നമുക്ക് കേൾക്കാം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മധുരം ജീവിത സായാഹ്നം സുന്ദരമായ വാക്കുകളാണ്. ജീവിതത്തിൻ്റെ സായാഹ്നങ്ങൾ മധുരമായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയൊക്കെ വാക്കുകളും സ്വപ്നങ്ങളും ഒപ്പിയെടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നാം
നടത്തുന്നത്. നമ്മുടെ നിരവധി മക്കൾ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ഒക്കെ കൈപിടിച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ പുതിയതായി കാണുന്ന ഒരു കാഴ്ച, പ്രായമായവരെ നാം പഴത്തൊലി പോലെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഞാനായിരിക്കുന്നത്, എൻ്റെ നിലനിൽപ്പ് തന്നെ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഔദാര്യമല്ലേ. എന്നെ വളർത്തുവാൻ വേണ്ടി, എന്നെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി എൻ്റെ അപ്പനോ അമ്മയോ അല്ലേ കണ്ണീരും വേർപ്പും ചോര നീരാക്കി അവർ ഇടപെട്ടതുകൊണ്ടല്ലേ. ഇവരെ എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു വലിയ ദൗത്യം മുന്നോട്ട് നിൽക്കുന്ന എല്ലാ മക്കൾക്കും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ കൈപിടിച്ച് ചേർത്ത് ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുന്ന ഈ മക്കളെ എല്ലാവരെയും അഭിനന്ദിക്കുകയും ഒരു പൊതുസമൂഹം സൃഷ്ടിച്ചുകൊണ്ട് വാർദ്ധക്യം അത് സായാഹ്നം ആണെന്നും ഈ സായാഹ്നത്തിൽ സൂര്യൻ്റെ അരുണിമയിലേക്ക് കൈപിടിക്കുവാൻ ഞങ്ങൾ ഒപ്പമുണ്ടെന്ന് പറയുവാനായിട്ട് മധുരം ജീവിത സായാഹ്നം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേരുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്തൊരു സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമാണ് ഈ ആക്കാട്ട് കുടുംബത്തിൽ എത്തിച്ചേരുന്ന ഏതൊരു മനുഷ്യനും ഹൃദയത്തെ സ്പർശിക്കുന്ന അനുഭവമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യവും വെളിച്ചവുമായ മാതാപിതാക്കൾ തന്നെയാണ്. കുട്ടിച്ചേട്ടൻ 13 വർഷങ്ങൾക്ക് മുമ്പ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടെങ്കിലും അമ്മ, കുട്ടിയമ്മ 92 വയസ്സിൻ്റെ നിറവിലായിരിക്കുന്നു. അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയും പരാതിയോ പരിഭവോ ഇല്ലാതെ മക്കളുടെ ഹൃദയത്തിൽ ഇടം കിട്ടിയ ഒരമ്മ, കൊച്ചുമക്കളുടെ മനസ്സിൽ വരെ നിറഞ്ഞു നിൽക്കുന്ന റോൾ മോഡൽ മറ്റാരോടും ചോദിക്കണ്ട, മാതാപിതാക്കളാണ്. അവരുടെ ഹൃദയത്തിൽ പാകിയ വിത്ത് വചനം വായിക്കാൻ അപ്പൻ പഠിപ്പിച്ചു എന്നത് മാത്രമല്ല, വചനം ജീവിക്കാൻ പഠിപ്പിച്ചു, ജീവിച്ച് കാണിച്ചു കൊടുത്തു. ജീവിക്കുന്ന സുവിശേഷം എവിടെയുണ്ടെന്ന് നോക്കിയാൽ മതി. ഇവിടെ വായിച്ചു പഠിക്കുന്ന സുവിശേഷമല്ല, കണ്ടുപഠിക്കേണ്ട സുവിശേഷം. ഈ ആക്കാട്ട് കുടുംബം ഹൃദയത്തിൽ നിന്ന് സ്നേഹവും കരുണയും വറ്റിപ്പോകാത്ത ഒരമ്മ, പാവപ്പെട്ടവരോടും നിരാലംബരോടും കരുണ കാണിക്കുന്ന, സ്വന്തം ഭക്ഷണം പോലും കഴിക്കാതെ വിശന്നു വരുന്നവന് കൊടുക്കുന്ന അനുഭവം. ഒരു തുള്ളി പച്ചവെള്ളത്തിന് പോലും 100 ഇരട്ടി പ്രതിഫലം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമായി നിൽക്കുകയാണ്. കാരണം വെറുതെ ഉപദേശിക്കുകയല്ല, ജീവിതം കൊണ്ട് ആത്മീയ ജീവിതത്തിന് അടിത്തറയിട്ട മാതാപിതാക്കൾ, കൂട്ടായ്മയ്ക്കും സ്നേഹത്തിനും മുൻതൂക്കം കൊടുത്ത, സത്യത്തിനും നീതിക്കും കരുണയ്ക്കും സാഹോദര്യത്തിനും 1-ാം സ്ഥാനം കൊടുത്ത മാതാപിതാക്കൾ. ആക്കാട്ട് കുടുംബത്തിലെ മാതാപിതാക്കൾ, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും അടങ്ങുന്ന 46 പേരടങ്ങുന്ന തിരുക്കുടുംബ സമാനമായ ഈ കുടുംബത്തിൻ്റെ അമ്മയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച തിരുക്കുടുംബത്തിൻ്റെ മറ്റൊരു പതിപ്പായി ഒരു നല്ല കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം വസിക്കും, കർത്താവിനെ അനുസരിക്കുന്നവൻ
തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി DC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 9747775370.